നമസ്കാരം. പ്രൗഢി ശോഷിച്ചെങ്കിലും കെട്ടിലും മട്ടിലും ക്ഷയിക്കാത്ത കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലെ കിളിവാതിലിലൂടെ കൊട്ടാരത്തിന്റെ പടിപ്പുര കടന്നു വരുന്ന അനന്തൻ നമ്പൂതിരിയെ നോക്കി തമ്പുരാട്ടി ഉണ്ണി ഉണ്ണി എന്ന് നീട്ടി വിളിച്ചപ്പോൾ ആ വിളി കടന്നു ചെല്ലുന്നത് ഓരോ മലയാളി ഹൃദയങ്ങളിലേക്ക് കൂടിയാണ്. അത് ഉണ്ണിയല്ലെന്ന് കൂടെയുള്ളവർ പറയുമ്പോഴും മകന്റെ മരണത്തിൽ മനസ്സ് കൈവിട്ടൊരമ്മയ്ക്ക് അത് പക്ഷേ ഉൾക്കൊള്ളാനാകുന്നില്ല. എന്നോട് നുണ പറയുന്നു, അതെന്റെ ഉണ്ണി തന്നെയാ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അമ്മ. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ആ വിളിയും രംഗവും കലാതീതമാണ്. കവിയൂർ പൊന്നമ്മ എന്ന അമ്മയെക്കുറിച്ച് മലയാളി സംസാരിക്കുമ്പോഴൊക്കെ ഈ രംഗം ആ ചർച്ചയിലേക്ക് കടന്നു വരാതിരിക്കില്ല. കവിയൂർ പൊന്നമ്മ മലയാളിക്ക് സ്വന്തം അമ്മയാണ്. നെഗറ്റീവ് ഭാവമുള്ള അമ്മ വേഷമാണെങ്കിൽ പോലും കവിയൂർ പൊന്നമ്മ ആ വേഷത്തിലേക്ക് എത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് നന്മയുടെ ഒരു അംശം കൂടി ചേരും. കവിയൂർ പൊന്നമ്മയുടെ ഒരു അമ്മ വേഷത്തെയും പൂർണ്ണമായി മലയാളി വെറുത്തിട്ടുണ്ടാവില്ല. നിധി സൂക്ഷിച്ച പെട്ടിയുമായി ജോൺ ഹോനായ്ക്ക് മുന്നിൽ പേടിച്ചു നിന്ന അമ്മച്ചിയായി പാരമ്പര്യമായി കൈമാറി വരുന്ന ഭ്രാന്തിന് മകൻ ഇരയാകേണ്ടി വരുമോ എന്ന സംശയത്തിൽ വിഷം ചേർത്ത് ഭക്ഷണം വാരിക്കൊടുത്ത അമ്മയായി അപ്രതീക്ഷിതമായി മകൻ കൊലപ്പുള്ളിയായപ്പോൾ ജീവിതം തന്നെ ഇല്ലാതെയായ രോഗിയായി അനിയന്റെയും അവന്റെ സഹായിയുടെയും തമ്പ്രാട്ടി അമ്മയായി ഇങ്ങനെ അമ്മവേഷത്തിന്റെ സമാനതകളില്ലാത്ത ഭാവവേഷ പകർച്ചകളുമായി പതിറ്റാണ്ടുകൾ നീണ്ട അമ്മവേഷത്തിലൂടെ കവിയൂർ പൊന്നമ്മ നമ്മെ വിസ്മയിപ്പിച്ചു. വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ളതാണ് മലയാള സിനിമയിലെ അമ്മ കഥാപാത്രങ്ങൾ. ആറന്മുള പൊന്നമ്മയ്ക്കും പങ്കജവല്ലിക്കും ശേഷം വന്നവരാണ് അടൂർ ഭവാനി, ടി.ആർ. ഓമന, സുകുമാരി, അടൂർ പങ്കജം, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ. ഈ വലിയ ശൃംഖലയുടെ പിന്മുറക്കാരിയായിട്ടാണ് തന്റെ 22-ാം വയസ്സിൽ കവിയൂർ പൊന്നമ്മ അമ്മ വേഷത്തിലേക്ക് എത്തുന്നത്. അന്നത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനിയിൽ ഷീലയുടെ അമ്മയായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ഷീലയേക്കാൾ പ്രായം കുറവുള്ള കവിയൂർ പൊന്നമ്മയുടെ കടന്നുവരവ്. അമ്മ വേഷങ്ങളിലൂടെ മലയാളി സിനിമയിലെ സജീവ സാന്നിധ്യമായ നടിയാണ് കവിയൂർ പൊന്നമ്മ. കുടുംബിനിയിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പിന്നെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമെല്ലാം പൊന്നമ്മ ചേച്ചിയുടെ അമ്മ വേഷത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം. തൊട്ടടുത്ത വർഷം 1965 പുറത്തിറങ്ങിയ തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി അഭിനയിച്ചു. ഓൺ സ്ക്രീനിലെ മക്കൾ അവരുടെ യഥാർത്ഥ പ്രായത്തെക്കാൾ മുതിർന്നവരായിരുന്നു. അങ്ങനെ വീണ്ടും കവിയൂർ പൊന്നമ്മ പ്രേക്ഷകരെ വീണ്ടും ഞെട്ടിച്ചു. ഇതേ നടി തൊട്ടടുത്ത വർഷം ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ സത്യന്റെ നായികയായും വിസ്മയിപ്പിച്ചു. ഈ അമ്മ വേഷങ്ങളിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെയാണ് റോസിയിൽ നായികയായി വരുന്നതും. പിന്നീട് നായികയുടെ ചേച്ചിയും ചേട്ടത്തിയും അമ്മായിയമ്മയൊക്കെയായി വന്നതിന് ശേഷമാണ് മലയാള സിനിമയിലെ സ്ഥിരം അമ്മ താരമായി പൊന്നമ്മ ചേച്ചി മാറുന്നത്. ആറന്മുള പൊന്നമ്മയേക്കാൾ നല്ല അമ്മ വേഷങ്ങൾ ചെയ്ത് സവിശേഷമായ ഒരു അഭിനയശേഷി കൈമുതലായി ഉള്ളതുകൊണ്ടാകാം അമ്മ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നടി എന്ന പേര് കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചത്. ആദ്യകാലം മുതലുള്ള എല്ലാ നായകന്മാരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ സിനിമാ സബരിക്ക് നീണ്ട 60 ആണ്ടിന്റെ കാലപ്പഴക്കമുണ്ടെങ്കിലും മലയാള സിനിമയിൽ എല്ലാം തികഞ്ഞ മുഖപ്രസാദമുള്ള ഐശ്വര്യവതിയായ ഒരു അമ്മയെ തേടുമ്പോൾ സംവിധായകനും നിർമ്മാതാക്കളും ഒക്കെ ആദ്യം പോകുന്നത് കവിയൂർ പൊന്നമ്മയുടെ സാന്നിധ്യം തേടിയായിരുന്നു. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർ സ്വീകരിക്കില്ലെന്ന മുൻവിധിയോ അതോ പൊതുധാരണ കൊണ്ടോ ആവാം അത്തരമൊരു സാഹസത്തിന് ആരും മുതിർന്നില്ല എന്നതാണ് സത്യം. ആ ആഗ്രഹം സാധിച്ചില്ലെങ്കിലും ഒരു സിനിമയിൽ കണ്ട അമ്മയായിരുന്നില്ല മറ്റൊരു സിനിമയിൽ. കഥാപാത്രങ്ങളുടെ പ്രായം പോലും ഒരേപോലെ വന്നാലും തൻ്റെതായ മാറ്റം കൊണ്ടുവരാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് സാധിച്ചു. സേതുമാധവന്റെ അമ്മയല്ല രാഘവൻ നായരുടെ അമ്മയായി ജാനകി. തേന്മാവിൻ കൊമ്പത്തിലെ യശോദാമ്മയല്ല ഇൻഹരിയർ നഗറിലെ ആൻഡ്രൂസിന്റെ അമ്മച്ചി. ഈ വ്യത്യസ്തതകൾ തന്നെയാണ് നീണ്ട 60 ആണ്ടുകളായി ഒരേ വേഷത്തിലെ കാഴ്ചക്കാരെ മടുപ്പിക്കാതെ കൂടെ കൊണ്ടു നടക്കാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് സാധിച്ചതും. അമ്മ വേഷത്തിലെ പകരം വെക്കാനില്ലാത്ത താരം തന്നെയാണ് കവിയൂർ പൊന്നമ്മ.